15 ഉണ്ടായാലും ഒരെണ്ണം വെച്ചിട്ട് ബാക്കി 14 സ്വർണത്തിന്റെ ആയിരുന്നു. ആ സ്വർണത്തിന്റെ വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് റെയിൽ. അണ്ണൻ പറഞ്ഞത് ശരി തന്നെ. എനിക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കേട്ട് വളർന്ന കാരണം എനിക്കത് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് കുറേ കൂട്ടുകാർ ഒരുമിച്ചൊക്കെ ആയിട്ട് ആ കടയിലൊക്കെ പോവുക. കടയിൽ പോകുകയെന്ന് വെച്ചാൽ വീട്ടിലെ സാധനങ്ങളൊക്കെ തീരുമ്പോൾ അമ്മ മേടിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ ഞങ്ങൾ പറ്റാവുന്നിടത്തോളം കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പോവുക. കാരണം എന്താ വെച്ചാൽ കട കുറച്ച് അപ്പുറത്തായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. മാത്രമല്ല എല്ലാവരും കൂടെ കൂടുമ്പോൾ രസമല്ലേ, അങ്ങനെ പോവും. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അപ്പോൾ ആരൊക്കെ അപ്പോൾ അന്നേരം ഉണ്ടാകുക, അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ടായിരിക്കും ഞങ്ങൾ പോവുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ കുരുവിക്കാൻ്റെ പീടികയെന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ മൂപ്പരെ കടയിലൊക്കെ പോയി മിഠായിയൊക്കെ മേടിച്ച് അത് തിന്ന് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞ് വരുന്ന ആ കൂട്ടത്തിലാണ് വൽക്കി ആ സംഭവം പറയണത് കേട്ടോ. വൽക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഓൾ ആ കഥ പറയണത്. ഓള് വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കണുണ്ട്. പണി തീരാത്തൊരു വീടുണ്ടായിരുന്നു ഓള് വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഓള് ഈ പറയുന്നൊരു തലേ ദിവസം എന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ ഓള് ഒരു രാത്രി കൊള്ളാൻ വേണ്ടിയിട്ട് ഒന്നിനോ എണീറ്റ് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഭാഗത്തൊന്നും ഞങ്ങളുടെ ഏരിയയിലൊന്നും കറണ്ട് വെട്ടമൊന്നുമില്ല കേട്ടോ. അവിടെ നിന്നും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കറണ്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഒരു 10-11 വയസ്സൊക്കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒന്നിന് പോകാൻ വേണ്ടി എണീറ്റ്. അപ്പോൾ പുറത്താണ് ബാത്റൂം, നന്നായിട്ട് വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇവള് എണീറ്റപ്പോൾ ഈ പണി നടക്കുന്ന വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത്, നല്ല വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താ അവിടെ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും നമുക്കതൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ പതുക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നല്ല അങ്ങനെ ആർമാദിക്കുന്ന തോരണങ്ങളൊക്കെ തൂക്കി ഭയങ്കര രസമായിട്ട് ചെണ്ടമേളമൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ ശൈത്താന്മാരാട്ടാ, മനുഷ്യന്മാരല്ല, ശൈത്താന്മാരാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരു ശൈത്താൻ്റെ കല്യാണമാണ്. അന്ന് അവൾക്ക് മനസ്സിലായി, കാരണം കല്യാണ ചെക്കനും പെണ്ണൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലായി കൂടുതലൊരു ശൈത്താൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണം ഇവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അവളത് കണ്ടപ്പോൾ ഭയങ്കര വിജൃംഭിച്ച് ഇങ്ങനെ നോക്കിയിരിക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് നേരം അവൾക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാനും പോരാനും തോന്നണമില്ല, എന്നാലും പോവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കേൾക്കുന്നത് നമ്മൾ അതിനെക്കാട്ടിലും വിജൃംഭിച്ചാണ് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. സംഭവം ഈ ഞങ്ങൾ കൂട്ടത്തിലുള്ള ചീത്താന്മാരുണ്ടല്ലോ, ഈ കൂട്ടുകാർ ചീത്തന്മാർ, ഇവരിൽ ഒരാൾ പോലും തിരിച്ചുകളോട് ഒരു സംശയം പോലും ചോദിച്ചില്ല എന്നുള്ളത് സത്യം. കാരണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം നുണയാണെങ്കിലും തള്ളാണെങ്കിലും കേൾക്കാനൊക്കെ ഭയങ്കര രസമല്ലേ. ആ പറയണൊക്കെ തന്നെയാണ് ഇതപ്പോൾ കാർന്നവർ പറഞ്ഞത്.